ഏറ്റവും നല്ല രീതിയിൽ മാംഗോ പൾപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 കിലോ മാങ്ങയാണ്. ഇത് പലതരം മാങ്ങകളാണ്. എല്ലാം നന്നായി തന്നെ പഴുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ മാങ്ങ ചെത്തി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി തന്നെ ജ്യൂസാക്കി എടുക്കണം. മാങ്ങ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഗ്യാസുമ്മ വയ്ക്കുമ്പോൾ. അത് ഒഴിവാക്കാനായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ മാംഗോ പൾപ്പിലേക്ക് 2 ചെറുനാരങ്ങ ജ്യൂസാണ് നമ്മൾ ചേർക്കേണ്ടത്. മാംഗോയുടെ അളവനുസരിച്ച് അത് കൂടിയും കുറഞ്ഞും ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇനി അവിടെ കിടന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ച് കുറുകി വരണം. പിന്നെ ഞാൻ ഇതിനായിട്ട് ആഡ് ചെയ്യുന്നത് ഒരല്പം പൊടിയുപ്പാണ് കേട്ടോ. ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ മധുരം നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് ഒരല്പം പൊടിയുപ്പ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ മാംഗോ പൾപ്പിൽ ഞാൻ ഒട്ടും തന്നെ പഞ്ചസാര ഇട്ടിട്ടില്ല. പഞ്ചസാര ഇടാതെയും നമുക്ക് ലെമൺ മാത്രം ഒഴിച്ചു വെച്ചും ഇങ്ങനെ പൾപ്പുണ്ടാക്കി സൂക്ഷിക്കാവുന്നതാണ്. എടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ഇടുകയും വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടാതിരിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും പൊട്ടിത്തെറിച്ചൊന്നും പുറത്തേക്കൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മൂടി വെച്ച് നമ്മൾ വേവിച്ചാൽ മതി. അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ പിന്നെ പൊട്ടിത്തെറിയൊക്കെ കുറച്ച് കുറഞ്ഞുകൊള്ളും. അല്ലെങ്കിൽ നമുക്ക് പണിയാവും, ഗ്യാസുമ്മയൊക്കെ തെറിച്ചിട്ടും. ഈ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ തുടയ്ക്കാൻ പോകണ്ടേ. അപ്പോൾ ഇനി ഇത് ചൂടാറി വരട്ടെ കേട്ടോ. നമ്മുടെ മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സിപ്ലോ കവറിലാണ് ഈ മാംഗോ പൾപ്പ് ഇട്ടിരിക്കുന്നത്. കവറിൽ നിന്നും എയർ നന്നായിട്ട് തന്നെ കളയണം. ഇങ്ങനെ ഞാനിത് ഫ്രീസറിൽ സൂക്ഷിക്കാമെന്നാണ് കരുതുന്നത്. ഫ്രീസറിൽ വെച്ച ഈ മാംഗോ പൾപ്പ് ഒരു കൊല്ലം വരേക്കും കേടാകാതെ ഇരിക്കും. മാംഗോ പൾപ്പ് നന്നായി തന്നെ കവർ ചെയ്യുവാൻ പാകത്തിന് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. നമുക്ക് ഈ ഒരു ബോട്ടിൽ, ഇത് ചില്ലിൻ്റെ ബോട്ടിലാണ്, ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഒരു 3 മാസം വരെ ഇത് കേടാകാതെ ഇരിക്കും. അഥവാ ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ നമുക്കൊരു കൊല്ലത്തോളം ഇത് സൂക്ഷിച്ച് വയ്ക്കാം. എടുക്കുമ്പോൾ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ മാംഗോ ജാമായിട്ടോ മാംഗോ ഐസ്ക്രീമായിട്ടോ അല്ലെങ്കിൽ മാംഗോ ഷേക്കായിട്ടോ മാംഗോ പുഡിങ്ങായിട്ടോ എന്ത് വേണേലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.